സാറേ, സാറ് പോലീസുകാരനാണോ അതോ ഫോട്ടോഗ്രാഫറാണോ? ഈ ചുമര് മുഴുവനും ഫോട്ടോയാണല്ലോ സാറേ. അതെ, ഇതെല്ലാം ഇൻവെസ്റ്റിഗേഷനാ. ഇൻവിറ്റേഷൻ ഇതല്ല ഓക്കെ, പക്ഷെ ഇത് ശരിയായ പ്രവണതയല്ലല്ലോ. അത് മനസ്സിലായല്ലേ? എന്താ സാർ, പ്രസിഡന്റ് പിന്നെ ഓക്കെ എന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. പറയുമെന്നോർത്ത് വെയിറ്റ് ചെയ്യാ. ഒന്നും അങ്ങോട്ട് പറയുന്നില്ലല്ലോ. നേരിട്ട് അവൾ അച്ഛനോട് ചോദിച്ചാ പോരെ? നിങ്ങൾ വന്നിട്ട് ഒരു 10 ദിവസം ആയി കാണൂല്ലേ? ഇതെങ്ങനെ ഈ 10 ദിവസം കൊണ്ട്? അത് പോട്ടെ, ഇപ്പൊ ഇയാൾ ഓടി ഓടി വേഗം വരാറുണ്ട്. അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് ആളെ കാണും. അല്ല, ഇയാളുടെ പേര് സുമതി എന്നല്ലേ? അതെ സാറേ. നീ പോയി ഇനി ഒരു കാപ്പി എടുത്തോണ്ട് വരാം. ഇനി ഒരു കാപ്പി ആർക്കാ മുതലാളി? എടുത്തോണ്ട് വരാൻ പറഞ്ഞ അത് ചെയ്താ പോരെ? ഇനി ഇയാളുടെ സെറ്റപ്പ് വല്ലതും ആണോന്ന് അറിയില്ലല്ലോ. എന്താടാ, നിന്റെ കുടുംബത്തിലുള്ള ആർക്കും നേരായ വഴിയിലൂടെ വരുന്ന ശീലമില്ലേ? എന്താ അമ്മാവാ, വിഷയം മാറ്റാൻ നോക്കുവാണോ? ഞാൻ കുറച്ച് ദൂരെയാന്ന് വെച്ചിട്ട് ആരും അറിയാതെ കല്യാണം ഉറപ്പിക്കാൻ നോക്ക്. ഒന്നും ഉറപ്പിച്ചിട്ടില്ല. ഇപ്പൊ കാപ്പി കുടിക്കാൻ നോക്ക്. വിജയ ആദ്യം കെട്ടിച്ചതാ, വിരുന്ന് തന്നെ കഴിച്ചോളാം. തോന്നല്ലോ. ആദ്യം കാപ്പി കുടിക്കാൻ നോക്ക്. അത് കഴിഞ്ഞു മതി വിരുന്നും സൽക്കാരം ഒക്കെ. ആളെ കണ്ടിട്ട് കോമാളിയെ പോലെയുണ്ട്. കിളവനകത്തേക്ക് പോയി. നല്ല ചുമന്നിരിക്കുന്നല്ലോ. തങ്കഭസ്മം കഴിക്കുന്നുണ്ടാവും. ഇത് കഴിഞ്ഞ് നിങ്ങളുടെ നാട്ടിൽ നീ പോലീസാണെങ്കിൽ എന്റെ നാട്ടിലെ കാവൽക്കാരനാ ഞാൻ. അതെന്താ, നിങ്ങളുടെ നാട്ടിൽ ഗൂർക്കയില്ലേ? കളിയാക്കുവാണോ നീ? അയ്യോ, അമ്മാവനെന്താ ചിതാഭസ്മമായിട്ട് വരുന്നത്? കാണിക്കുന്ന കോമാളിത്തരത്തിന് ഒരു കുറവുമില്ല. എന്റെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു 3-4 പേര് മത്സരിച്ചാൽ അതിലാര് ധീരനെന്ന് നോക്കി അവളെ കല്യാണം കഴിച്ചു കൊടുക്കും. അമ്മാവാ, ഇങ്ങനെ ഒരു തീരുമാനം എപ്പോഴാ എടുത്തത്? ഇതൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ളതല്ലേ. നീ കൊച്ചുകുട്ടിയല്ലേ, ഒന്നും അറിയില്ല. കൊച്ചുകുട്ടിയോ? അമ്മാവോ, എന്തേ കാളയെ മെരുക്കണോ അതോ എയറോപ്ലെയിന് പൊക്കണോ? ഒരു വാക്ക് പറ, ഇപ്പൊ കാണിച്ചു തരാം. അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. നാട്ടുകാരെല്ലാം വിറയ്ക്കുന്ന ആ ജാക്സൺ ബംഗ്ലാവിൽ ആരാണ് 7 ദിവസം താമസിച്ച് ആദ്യം പുറത്തേക്ക് വരുന്നത്? അയാൾക്കായിരിക്കും എന്റെ മകളെ നൽകുന്നത്. അമ്മാവാ, വിജിക്ക് വേണ്ടി 7 ദിവസമല്ല 7 വർഷം വേണേലും ഞാൻ 7 വർഷം ജയിലിൽ കിടന്ന കാര്യമൊക്കെ എനിക്കറിയാം. ഇപ്പൊ 7 ദിവസം താമസിച്ചാ മതി. നീ തളരരുത്. കൺട്രോൾ കൺട്രോൾ. എനിക്ക് സമ്മതമാ. നിങ്ങളെന്താ പറയുന്നേ? ഇപ്പൊ എന്താ ചെയ്യുന്നേ? എന്തേ? ഇതെന്താന്നറിയില്ല, എല്ലാരും ഈ വീട് ടാർഗറ്റ് വെച്ചേക്കുന്നത്. സ്വാമിജി, എനിക്ക് എന്റെ മുറപ്പെണ്ണിനെ കെട്ടണം. അവിടുന്ന് വേണം. എനിക്ക് നേരത്തെ തന്നെ 2 ഭാര്യമാരുണ്ട്. സ്വാമിജി, എന്റെ കല്യാണത്തിനെ കുറിച്ചാ പറഞ്ഞത്. എന്റെ ഗ്രാമത്തിലെ ജാക്സൺ ബംഗ്ലാവിൽ 7 ദിവസം താമസിച്ച്. എനിക്കറിയാം, നിന്റെ നാട്ടിലുള്ള ജാക്സൺ പ്രേത ബംഗ്ലാവിനകത്ത് നീ 7 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ആ പെണ്ണിനെ നിനക്ക് കെട്ടാം, അല്ലേ? സ്വാമിജി എങ്ങനെയാ ഇതൊക്കെ അറിഞ്ഞ്? എല്ലാം കാളീശ്വരി പറഞ്ഞു. സ്വാമിജി, 7 ദിവസം ഒന്നും സംഭവിക്കാതിരിക്കാൻ വല്ല മന്ത്രവും ഒന്ന്. ആ ഇംഗ്ലീഷ് പ്രേതത്തെ തളയ്ക്കാൻ മലയാള മന്ത്രം വേണ്ട. പിന്നെ അതിന് വേറൊരു വഴിയുണ്ട്. ആ ഇംഗ്ലീഷ് പ്രേതത്തെ തളയ്ക്കാൻ അഭ്യാസമുറകൾ കൊണ്ടേ സാധിക്കും.
ഹൂക്ക് തേക്ക് ഹമ്മ് ഹൂക്ക് തേക്ക് ഹമ്മ് ഹൂക്ക് തേക്ക് ഹമ്മ്. ഞാൻ പറയുന്ന പോലെ ചെയ്യോ. ഹുക്ക് തേക്ക് ഹാമ് ഹുക്ക് തേക്ക് അങ്ങനെ തന്നെ. ഹുക്ക് തേക്ക് ഹാമ് ഹുക്ക് തേക്ക് ഹാമ് ഹുക്ക് തേക്ക് ഹാമ് ഹുക്ക് തേക്ക് ഹാമ് തേക്ക് ഹാമ് ഹുക്ക് തേക്ക് ഹാമ് ഹുക്ക് തേക്ക് ഹാമ്. അതിങ്ങെടുക്ക. ഇതൊക്കെ എന്താ? ഇത് ശശാങ്കന്റെ തലയൂട്ടി ചുട്ടെടുത്ത ചാമ്പൽ. ഇതിൽ നിന്നും ഒരു നുള്ളെടുത്ത് പ്രേതത്തിന്റെ നെറ്റിയിൽ തേച്ചാൽ പ്രേതം ചാമ്പലായി മാറും. മറക്കരുത്, പ്രേതത്തിന്റെ നെറ്റിയിൽ തേക്കണം. അങ്ങോട്ട് കൊടുക്ക്. വളരെ നന്ദി സ്വാമിജി. അയ്യോ, പ്രേമിക്കണമെങ്കിൽ എന്നോട് നേരിട്ട് പറഞ്ഞ പോരെ. എന്തിനാ എന്റെ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞേ? ഞാൻ സീരിയസ് ആയിട്ട് പറയുമ്പോ നിങ്ങൾ കളിയാക്കി ചിരിക്കുക. സാറിന് പേടിച്ച് പനി ഉണ്ടായതാ. എന്താ സംഭവിച്ചു? ജാക്സൺ പ്രേത ബംഗ്ലാവിൽ നിന്ന് പോയായിരുന്നു. പെട്ടെന്ന് നൊരയുമെന്നും വായിന്ന് പറയുമെന്ന് ഞാനാ തുടച്ചു കളഞ്ഞത്. പ്രേതത്തിന്റെ ഫോട്ടോ എടുക്കാൻ പോയതാ. പക്ഷെ പ്രേതം തിരിച്ചു ഫോട്ടോ എടുത്തു. എനിക്ക് തോന്നുന്നു ഇയാളെ കാലം കൊണ്ടുപോകുമെന്നാ. നിങ്ങൾ എന്തിനാ അവിടേക്ക് പോയത്? ആ വീടിനകത്ത് പ്രേതത്തിനെ കണ്ടു ഞാൻ. ഒരു ബ്രിട്ടീഷ് സോൾജർ ആയിരുന്നു. എന്താ, പ്രേതത്തിനെ കണ്ടെന്നോ? ഒരു രഹസ്യം ഞാൻ പറയട്ടെ, ആരോട് നിങ്ങൾ പറയില്ലല്ലോ അല്ലേ? ജാക്സൺ ബംഗ്ലാവില് പ്രേതമൊന്നും ഇല്ലെന്നേ. അവിടെ ഞങ്ങളുടെ തറവാട്ട് നിധിയുണ്ട്. ആളുകളെയൊക്കെ വെച്ച് പ്രേതത്തിന്റെ വേഷം ഇടിപ്പിച്ച് എന്റെ അച്ഛൻ നാട്ടുകാരെ മൊത്തം പറ്റിക്കുക. ഈ കാര്യം ഞാൻ തന്നെ ഇപ്പഴാ അറിഞ്ഞത്. ഇപ്പൊ മനസ്സിലായില്ലേ ഇത് ആരുടെ പണിയാന്ന്? നാട്ടിലേക്ക് പോന്നാ നല്ലത്. അപ്പോ ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാം പേടിപ്പിച്ചു വിടുന്നത് കൊച്ചിന്റെ അച്ഛന്റെ പണിയായിരുന്നല്ലേ? എടാ, പോലീസിന്റെ പനി മാറാൻ വേണ്ടി കള്ളം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നീ പ്രസിഡന്റിന്റെ മോള് തന്നെയാ? നീ അങ്ങനെയൊന്ന് നോക്കിക്കോ, ഞാൻ നാളെ രാവിലെ വരാം. പ്രസിഡന്റേ, എനിക്കൊരു ഡൗട്ടുണ്ട്. 6-7 ദിവസം അകത്ത് കിടന്നിട്ട് വന്നാൽ നിങ്ങളുടെ മോളെ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ഒരു പക്ഷേ 7 ദിവസം അവനവിടെ തങ്ങിയിട്ട് ജീവനോടെ തിരിച്ചു വന്നാലോ? വരാതിരിക്കില്ല, പക്ഷെ ശവമായിട്ടായിരിക്കും.